ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. ഡിസംബർ 24 ഞായർ. ചിന്താവിഷയം രക്ഷകന്റെ ആഗമനം. രക്ഷകന്റെ ആഗമനം ലോക ചരിത്രത്തെ അഗാധമായി സ്വാധീനിച്ച ഒരു സംഭവമാണ്. തിരുജനനമെന്ന് വിശേഷിപ്പിക്കുന്ന ക്രിസ്തു സംഭവത്തിന് വിശുദ്ധ വേദപുസ്തകം വളരെ പ്രാധാന്യം നൽകുന്നു. ദൈവം മനുഷ്യനായതിൽ കൂടെ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യ സങ്കല്പങ്ങൾ മുഴുവൻ തിരുത്തപ്പെട്ടു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം സ്വീകരിച്ച യേശുവിനെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അവതരിപ്പിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ഒരടിമയെപ്പോലെ യേശു ആയിത്തീർന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ ആ ചിന്തകൾ ഉൾക്കൊള്ളാൻ മനീഷയ്ക്ക് പരിമിതിയുണ്ടെങ്കിലും ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം സ്വീകരിച്ച അനുഗ്രഹീത മാർഗമായി അപ്പോസ്തലൻ അതിനെ വർണ്ണിക്കുന്നു. ക്രൂശിതനായ യേശുവിൽ കാണുന്നത് ദൈവ സ്നേഹത്തിന്റെ അത്യുദാത്ത ഭാവമാണ്. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യന്റെ എല്ലാ അവസ്ഥകളുമായി ഏകീഭവിച്ച് ചരിത്രത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. മനുഷ്യന്റെ സമഗ്രമായ രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവീക പദ്ധതിയാണ് രക്ഷകന്റെ ആഗമനത്തിൽ കൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ സത്യത്തെ അതിന്റെ ആഴത്തിൽ അറിയിക്കുവാൻ സുവിശേഷ രചയിതാക്കൾ ശ്രമിക്കുന്നു. തുടർന്ന് സഭയെ അത് ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് അർത്ഥപൂർണമായ ആത്മീയത നമ്മിൽ രൂപപ്പെടുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നൽകുന്നു. ഒന്നാം പാഠഭാഗം യെശയ്യാവ് 11:1-9 വരെ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മശിഹാ സങ്കല്പങ്ങളുടെ മനോഹരമായ വിവരണമാണ് വേദഭാഗം. മശിഹയെക്കുറിച്ചുള്ള പ്രവചനമായി ഇതിനെ കാണാം. യേശുക്രിസ്തുവിൽ ഈ ദർശനങ്ങളുടെ പൂർത്തീകരണം ദൃശ്യമാണ്. യെശയ്യാവിന്റെ വാക്കുകളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിപ്പാൻ കർത്താവ് ശ്രമിച്ചു. ലോകത്തെ ധന്യവും സുന്ദരവുമാക്കുന്ന അർത്ഥപൂർണമായ ചിന്തകൾ വേദഭാഗത്തിന്റെ പ്രത്യേകതയാണ്. കാവ്യഭംഗിയോടെ യെശയ്യാവ് ഇത് അവതരിപ്പിക്കുന്നു. മശിഹായുടെ നീതിയും സമാധാനവും എപ്രകാരമാണെന്ന് ഇവിടെ വ്യക്തതയോടെ വർണ്ണിക്കുന്നു. വന്യമൃഗങ്ങൾ പോലും ക്രൂരഭാവങ്ങൾ ഉപേക്ഷിച്ച് ശാന്തതയോടും സമാധാനത്തോടും ജീവിക്കുന്ന കാലം സംജാതമാകുമെന്ന് പറയുമ്പോൾ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയുടെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുന്നത്. നീതിപൂർവമായ ന്യായപാലനം മശിഹാ ഭരണത്തിന്റെ സവിശേഷതയാണ്. ദൈവരാജ്യ ചിന്തകളുടെ വിശാലത ഇവിടെ വ്യക്തമായി കാണാം. ഈ ദർശനം പ്രാവർത്തികമാക്കുന്നതിന് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം പാഠം 1 യോഹന്നാൻ 4:7-16 വരെ. സ്നേഹമെന്ന ദിവ്യമായ അനുഗ്രഹത്തെക്കുറിച്ച് യോഹന്നാൻ നൽകുന്ന മനോഹരമായ വിശദീകരണമാണ് വേദഭാഗം. വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 13 പറയുന്ന സ്നേഹഗാഥയ്ക്ക് തുല്യമായ ചിന്തകളാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹം രക്ഷകന്റെ ആഗമനത്തിൽ കൂടെ ലോകം തിരിച്ചറിഞ്ഞു. അതിനാൽ ദൈവം വെളിപ്പെടുത്തിയ സ്നേഹം നമ്മുടെ ബന്ധങ്ങളിൽ കൂടെ ലോകം മനസ്സിലാക്കണം. ദൈവം സ്നേഹമാകുന്നു എന്ന ഒറ്റ വാചകത്തിൽ ദൈവത്തിന് യോഹന്നാൻ വർണ്ണനാതീതവും വശ്യവുമായ നിർവചനമാണ് നൽകുന്നത്. ഈ സ്നേഹം ജഡം ധരിച്ചതാണ് യേശുക്രിസ്തു. അതിനാലാണ് ഉദാത്ത സ്നേഹത്തിന്റെ ആൾരൂപമായി യേശുവിനെ ലോകം കാണുന്നത്. ഇപ്രകാരമുള്ള ഗുണവിശേഷം മനുഷ്യനിൽ വിളങ്ങുമ്പോഴാണ് ദൈവരാജ്യം എന്ന മഹത്തായ ആശയം ലോകം തിരിച്ചറിയുന്നത്. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. വാക്യം 16. യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവ സ്നേഹത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് യോഹന്നാൻ നൽകുന്നത്. മൂന്നാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 3:19-26 വരെ. പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ആഗതരായവരോട് ദൈവിക സത്യങ്ങളുടെ പൊരുൾ
വെളിപ്പെടുത്തുന്നതാണ് വേദഭാഗം. യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരോട് വ്യക്തമായി സംഭാഷിക്കുന്നു. കർത്താവിൽ കൂടെ പാപമോചനവും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപ്യമാണ്. യേശുക്രിസ്തു സങ്കല്പമോ ഐതിഹ്യമോ അല്ല. അവൻ പ്രവചന നിവൃത്തിയും ചരിത്ര പുരുഷനുമാണെന്ന് മോശയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. യേശുവിനെയും അവന്റെ വാക്കുകളെയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഇതാണ് അനുഗ്രഹത്തിനുള്ള രക്ഷയ്ക്കുമുള്ള മാർഗമെന്ന് അസന്നിഗ്ധമായി പറയുന്നു. എക്കാലത്തേക്കുമുള്ള സന്ദേശമായി ഇതിനെ കാണേണ്ടതാണ്. സുവിശേഷ വേദഭാഗം യോഹന്നാൻ 1:14-18 വരെ. തിരുജനന വൃത്താന്തം മറ്റ് സുവിശേഷകരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ ആലേഖനം ചെയ്യുന്നത്. അവസാനമായി എഴുതിയ സുവിശേഷമായതിനാൽ യേശുവിന്റെ ജനന ചരിത്രം അറിയാവുന്ന സമൂഹത്തിന് അതിന്റെ ദൈവശാസ്ത്ര വിശദീകരണമാണ് യോഹന്നാൻ നൽകുന്നത്. ദാർശനിക ലോകത്തിന് തിരുവവതാരം അവരുടെ ഭാഷയിലും വീക്ഷണങ്ങളിലും പങ്കിടാനുള്ള ശ്രമവും യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു. 1-ാം അധ്യായത്തിൽ പറയുന്ന വചനം എന്ന പദവും അതിന്റെ വിശദീകരണങ്ങളും ഇതിന് ഉദാഹരണമാണ്. അതിനാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ രചനാരീതി വളരെ വ്യത്യസ്തമാണ്. യേശുവിന്റെ ആളത്വവും പ്രവർത്തനങ്ങളും യോഹന്നാൻ സൂക്ഷ്മമായ വിശകലനത്തിന് വിഷയമാക്കുന്നു. ജഡധാരണത്തെ ചോദ്യം ചെയ്യുന്ന ഉപദേശ വൈരുദ്ധ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പ്രചരിച്ചിരുന്നു. പ്രബലമായ നോസ്റ്റിക് ദുരുപദേശങ്ങൾ സഭാനൗകയെ ഉലയ്ക്കുവാൻ പര്യാപ്തമായിരുന്നു. ഈ തിരത്തള്ളലിൽ അവയെ പ്രതിരോധിച്ച് സഭയെ ഉറപ്പിച്ച് നിർത്താനുള്ള യോഹന്നാന്റെ തീഷ്ണവും പണ്ഡിതോചിതവുമായ ശ്രമവും സുവിശേഷത്തിൽ കാണുന്നു. ഇപ്രകാരമുള്ള പശ്ചാത്തലത്തിൽ ചിന്താവിഷയത്തെ കാണണം. 3 ചിന്തകൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നു. 1. ദൈവം മനുഷ്യനായി തീർന്ന മഹാസംഭവം. വചനം ജഡമായി തീർന്നു. ദൈവത്തിന് ഒരിക്കലും മനുഷ്യ ശരീരം സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് നോസ്റ്റിക് മതം പഠിപ്പിച്ചപ്പോൾ യോഹന്നാൻ പറയുന്നത് വചനമായ ദൈവം ജഡം ധരിച്ചു എന്നാണ്. എങ്ങനെ സംഭവിച്ചു എന്നത് മാനുഷിക നിർവചനങ്ങൾക്ക് അതീതമാണ്. എന്നാൽ സർവാതിശായിയായ ദൈവത്തിന്റെ വലിയ രക്ഷാകര പദ്ധതിയാണ് ഇതിൽ കാണുന്നത്. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പൗലോസ് എഴുതുമ്പോൾ ലോകം ദർശിച്ച ഏറ്റവും വലിയ വിനയ പാരമ്യമാണ് അവിടെ കാണുന്നത്. ഈ മഹാത്ഭുതത്തിനു മുമ്പിൽ മനുഷ്യന്റെ സകല അഹന്തകളും അവസാനിക്കുന്നു. അവൻ എത്ര നിസ്സാരനാണെന്ന് ബോധ്യപ്പെടുന്നു. ജഡധാരണത്തിൽ കൂടെ മനുഷ്യന്റെ സകല അനുഭവങ്ങളുമായി യേശു താതാത്മ്യം പ്രാപിച്ചു. പുതിയ നിയമം പഠിപ്പിക്കുന്ന മഹത്തായ ചിന്ത മനുഷ്യനുമായി ഏകീഭവിച്ച ദൈവം എന്നതാണ്. സങ്കീർണമായ അവസ്ഥകളിൽ നിന്ന് ലോകത്തെ ഉദ്ധരിക്കുന്നതിനാണ് ദൈവം മനുഷ്യനായി തീർന്നത്. ദൃശ്യമായ ഈ മഹാവിനയത്തിന്റെ സാക്ഷികളാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹവും അവിടുത്തെ ദിവ്യമായ കരുതലും വിശ്വാസ സമൂഹത്തിൽ കൂടെയാണ് ലോകം തിരിച്ചറിയേണ്ടത്. ലോകത്തിന് മനസ്സിലാകുന്ന ലളിതസുന്ദരമായ ഭാഷ്യവുമാണ് ദൈവം മനുഷ്യനായ സംഭവത്തിൽ ദൃശ്യമാകുന്നത്. രണ്ടാമതായി, മനുഷ്യനോടുകൂടെ പാർത്ത ദൈവം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ലോകത്തെ ദൈവം പാർപ്പിടമാക്കി. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നീ വിശേഷണങ്ങൾ യോഹന്നാൻ നൽകുമ്പോൾ അതിന് വിശാലമായ അർത്ഥമാണുള്ളത്. നമ്മോടുകൂടെ വസിക്കുവാൻ താൽപര്യപ്പെട്ട് ലോകത്തോട് കരുതൽ കാണിക്കുന്ന ദൈവം എന്ന ചിന്ത മനുഷ്യകുലത്തിന് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു. ലോകത്തെ വെറുക്കുന്ന ആത്മീയതയെ തിരുവചനം നിഷേധിക്കുന്നു. സ്വർലോക മന്ദിരം കൈവിട്ടു പാരിന്റെ വല്ലായ്മ തീർക്കാൻ അണഞ്ഞവനെ എന്ന് കവി മാത്യു ഉലകന്തറ ഭാവനയിൽ പറയുന്നത് ശ്രദ്ധേയമാണ്. കവിയുടെ ഈ വാക്യം നമുക്ക് ആകർഷകവുമാണ്. പാരിന്റെ സകല വിഹുലതകളും അവസാനിപ്പിക്കുവാനുള്ള ശ്രമമാണ് യേശു നിർവഹിച്ചത്. വേദപുസ്തക പഠിപ്പിക്കൽ സ്വർഗത്തെ അവതരിപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും അത് ഭൂമിയുമായി ബന്ധപ്പെടുത്തിയാണ് രേഖപ്പെടുത്തുന്നത്. സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവുമാണ്. തിരികിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
നിന്റെ രാജ്യം വരണമേ തുടങ്ങിയ തിരുവചന ചിന്തകൾ ഭൂമിയുടെ പ്രാധാന്യം എടുത്ത് കാട്ടുന്നു. ദൈവത്തിന് ഈ ഭൂമിയെക്കുറിച്ച് ഒരു വലിയ ഉദ്ദേശ്യമുണ്ട്. ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനമാണ് ലോകം നിമിഷം തോറും അനുഭവിക്കുന്നത്. മഹാകവി KV സൈമൺ സാർ ഇതിനെക്കുറിച്ച് പാടുന്നത് ഇപ്രകാരമാണ്: പൂക്കുന്നു വാടിയൊരു പൂവല്ലി തൂമഴയാൽ, ഓർക്കുന്നു നിന്റെ പാലനം, ഗന്ധം പരത്തിടുന്ന പുഷ്പങ്ങൾ എന്നുടെ അന്തികം രമ്യമാക്കുന്നു പരമേശ. കർത്താവ് ഈ ലോകത്തിൽ വസിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വീകരിച്ച രണ്ട് മനോഭാവങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു. ഇത് അവനിൽ കണ്ട ജീവിത ശൈലിയായിരുന്നു. ഇത് നമ്മിൽ ഉണ്ടാകുവാനുള്ള ആഹ്വാനമാണ് തിരുവചനം നൽകുന്നത്. ഈ അനുഭവത്തിന്റെ സാക്ഷികളാകുമ്പോൾ നമ്മുടെ ആത്മീയത അർത്ഥമുള്ളതാകും. യേശുവിന്റെ ഈ ഉദാത്ത മാതൃക സഭയുടെ ലക്ഷ്യമാകണം. മൂന്നാമതായി, ദൈവത്തെ വെളിപ്പെടുത്തുന്ന അനുഭവം. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള തേജസ്സായി കണ്ടു. യേശുവിൽ ദൈവത്തെ കണ്ടെത്തുന്നതായി യോഹന്നാൻ പറയുന്നു. ദൈവം എവിടെ? ദൈവം ആരാകുന്നു? ഈ ചോദ്യങ്ങൾ ചരിത്രോദയം മുതൽ മനുഷ്യൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം പറയുവാൻ മനുഷ്യനും മതങ്ങളും ആവോളം ശ്രമിച്ചിട്ടുണ്ട്. നാം കേട്ടിട്ടുള്ള ഒരു ഗാനവും ഈ അന്വേഷണമാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, അവിടെയില്ല ഈശ്വരൻ, ഇവിടെയില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടെ ലോകത്തിന് ദൈവത്തെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യ പ്രതികരണമാണെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. യോഹന്നാൻ ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം അർത്ഥവ്യാപ്തി നൽകുന്നുണ്ട്. ഈ പദം പല സ്ഥാനത്തും യോഹന്നാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വസ്തുനിഷ്ഠമായി കാണുന്നു എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജൽപ്പനങ്ങളല്ല, തികഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇതാണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തെ അറിയാനുള്ള മനുഷ്യന്റെ ആത്മദാഹം യേശുവിനെ കണ്ടെത്തുമ്പോഴാണ് ശമിക്കുന്നത്. അതിന് അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിലും ചരിത്രത്തിലും കാണാം. കർത്താവിൽ ദൈവത്തെ കണ്ടെത്തിയ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെയാണ്. നമ്മിൽ കൂടെ ലോകം ദൈവത്തെ മനസ്സിലാക്കണം. നാം കർത്താവിന്റെ പത്രങ്ങളും സ്ഥാനാപതികളുമാണ്. യേശുവിന്റെ യഥാർത്ഥ സാക്ഷികളായി സഭ തീരുമ്പോഴാണ് രക്ഷകന്റെ ആഗമനം ലോകത്തിന് മനസ്സിലാകുന്നത്. രക്ഷകന്റെ ആഗമനം ആഘോഷമാക്കുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ട ദൗത്യം വിസ്മരിക്കരുത്. ചരിത്രത്തോടൊപ്പം യാത്ര ചെയ്ത് ചരിത്രത്തിന് പുതിയ ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്ത യേശുവാണ് ലോകത്തിന്റെ പ്രത്യാശ. അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.